റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ കെ മൊട്ടയരുണെന്ന് വിമർശകരും ട്രോളന്മാരും വിഖ്യാതനാക്കിയ നമ്മുടെ മരംവെട്ട് മുതലാളിയുടെ ചാനലിലുള്ള അരുൺകുമാർ കെ പ്രേക്ഷകർക്കെല്ലാം സുപരിചിതനാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലെത്തിച്ചു. അദ്ദേഹം ആ വാർത്ത എത്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പൊതുവെ വ്യാജ വാർത്തയായിരിക്കും എന്നുള്ളൊരു മുൻധാരണയോടുകൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ മനഃപൂർവ്വവും അല്ലാതെയും അവതരിപ്പിക്കുന്നതിൽ ഒരു ലോക റെക്കോർഡുണ്ടെങ്കിൽ അതിൻ്റെ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ എത്തേണ്ട ഒരു വ്യക്തിയാണ് താനെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഒരു പത്രത്തിൽ വന്ന മുഴുവൻ മുൻ പേജ് പരസ്യം ഒരു വാർത്തയാക്കി ഡിജിറ്റൽ കറൻസി എല്ലാം ആകുവാൻ പോകുന്നു, നോട്ടുകൾ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള വാർത്ത വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അതിന് ഖേദപ്രകടനമൊന്നും നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടൊരു മാധ്യമപ്രവർത്തകന് വേണ്ട ഒരു ഗുണം എന്നുള്ളത് ഏതെങ്കിലും ഒരു വാർത്ത മുന്നിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം നടത്തുക എന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്നത്. ആ ഡ്യൂ ഡെലിജൻസ് പോലും നടത്തുവാനുള്ള ഒരു ക്ഷമയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവോ അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം നിരന്തരം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വാർത്തകൾ വരുമ്പോൾ അത് വ്യാജമാകാനുള്ള സാധ്യതകളാണ് കൂടുതലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് തന്നെ, സ്ഥിരം പ്രേക്ഷകർക്ക് പോലും ഇപ്പോൾ അറിയാവുന്ന അവസ്ഥയാണ്. അത്തരത്തിലൊരു വ്യാജ വാർത്തയുമായി കഴിഞ്ഞ ദിവസം അരുൺകുമാർ കെ എന്ന മൊട്ടയരുൺ പ്രേക്ഷകരുടെ മുൻപിലെത്തിയിരുന്നു. അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചാരം നേടി ചുറ്റിക്കറങ്ങുകയാണ്. പ്രചാരം നേടുന്നതിൻ്റെ കാരണം ആ വാർത്തയുടെ ഒരു പ്രാധാന്യമല്ല, അത് വ്യാജമാണെന്നുള്ള കാര്യം തന്നെയാണ്. ആരെ പ്രതിയാണ് ആ വ്യാജ വാർത്ത ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് അരുൺകുമാറിന് ഇടതുപക്ഷ ചായ്വുണ്ട് എന്നാണ് പൊതുവെ പ്രേക്ഷകർ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അരുൺകുമാറിന് പ്രത്യേകിച്ച് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ കാണും അദ്ദേഹത്തിന്. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൽ തകനായി മുന്നിൽ വരുമ്പോൾ, മുൻപ് അധ്യാപകനായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ വിദ്യാർത്ഥികളുടെ ഗതികേട്, മാധ്യമപ്രവർത്തകനായി അദ്ദേഹം അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ലക്ഷ്യം റേറ്റിംഗ് മാത്രമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അതിന് കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ കണ്ടിരിക്കുന്ന മാർഗം RSSകാരെയും നരേന്ദ്രമോദിയും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം അതിന് താല്പര്യമുള്ളവരെക്കാൾ, അത്തരത്തിലുള്ള വാർത്തകളോട് താല്പര്യമുള്ളവരെക്കാൾ അതിന് താല്പര്യമില്ലാത്തവർ ആ വാർത്തകൾ കാണുകയും അത് വിമർശിക്കുവാനായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ള വളരെ ലളിതമായൊരു തന്ത്രമാണ് ഈ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഇട്ടെടുക്കുക എന്ന് പറയില്ല, ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുന്നത്, അത് തന്നെ സാധനം.